എന്ന പാർട്ടിക്ക് അതിന്റെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ഒരു സമ്മേളനം ആവശ്യമില്ല. കേന്ദ്ര കമ്മിറ്റിയാണ് രണ്ട് പാർട്ടി കോൺഗ്രസുകൾക്കിടയുള്ള കാലത്തെ ഏറ്റവും ഉന്നത സമിതി. സ്വന്തം അംഗങ്ങളിൽ നിന്ന് ഒരു പോളിറ്റ് ബ്യൂറോയെയും ജനറൽ സെക്രട്ടറിയെയും കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുക്കുമെന്നുമാണ് ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത്. ഈ മാസം 28 മുതൽ 30 വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു ജനറൽ സെക്രട്ടറിയെയും PBയിലെ ഒഴിവിലേക്ക് മറ്റൊരാളെയും നിർദ്ദേശിക്കാം. ജനറൽ സെക്രട്ടറി നിലവിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാവണം എന്ന നിർബന്ധം പോലും ഭരണഘടനയിലില്ല. കേന്ദ്ര കമ്മിറ്റിയിലുള്ളവരിൽ ആരിൽ നിന്ന് വേണമെങ്കിലും പോളിറ്റ് ബ്യൂറോയെയും ജനറൽ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കാമെന്നാണ് ഭരണഘടന പറയുന്നത്. CPIM കീഴ്വഴക്കം അനുസരിച്ച് മുതിർന്ന ഒരു പോളിറ്റ് ബ്യൂറോ അംഗം തന്നെയാകണം ജനറൽ സെക്രട്ടറി. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ് യെച്ചൂരിക്ക് ശേഷമുള്ള CPIM. 3 വട്ടം ജനറൽ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ട് കഴിഞ്ഞാൽ നിലവിൽ പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും മുതിർന്ന അംഗങ്ങൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാരുമാണ്. ഇരുവർക്കുമൊപ്പം പോളിറ്റ് ബ്യൂറോയിലെത്തിയ ബിമൻ ബോസ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ വിരമിച്ചു. ഇരുവർക്കുമുള്ള പോരായ്മ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തന പരിചയത്തിലെ കുറവാണ്. നിലവിലുള്ള PB അംഗങ്ങളിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തിച്ച് ഏറ്റവും പരിചയം ബൃന്ദ കാരാട്ടിനാണ്. 2005 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ബൃന്ദ. മുൻ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയായ G രാമകൃഷ്ണനാണ് പിന്നെ മുതിർന്ന അംഗം. 2010 മുതൽ പോളിറ്റ് ബ്യൂറോയിലുണ്ട്. സൂര്യകാന്ത് മിശ്രയും MA ബേബിയുമാണ് പോളിറ്റ് ബ്യൂറോ അംഗത്വത്തിൽ പിന്നാലെ വരുന്നത്. സൂര്യകാന്ത് മിശ്ര ബംഗാൾ കേന്ദ്രീകരിച്ചായിരുന്നു ഏറെക്കാലവും. 2012 പോളിറ്റ് ബ്യൂറോയിൽ എത്തിയത് മുതൽ MA ബേബി ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊരു വനിതാ അംഗമായ സുഭാഷിണി അലി 2015 പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ തീരുമാനം ബൃന്ദ കാരാട്ടിൽ എത്തുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം. വനിതകൾ പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിമാർ പോലുമായ പാരമ്പര്യം CPIMലോ CPIയിലോ ഇല്ല. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 വനിതാ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവരുടെ പങ്കാളികളായ മുതിർന്ന നേതാക്കൾക്കൊപ്പം അവിടെ സ്ഥിരതാമസമാക്കിയവരാണ്. ബൃന്ദ കാരാട്ടും ആനി രാജയും. പ്രകാശ് കാരാട്ടും D രാജയും ഉയർന്ന പദവിയിലുള്ളതിനാൽ മാത്രം പിന്തുടർന്നെത്തിയവരുമല്ല ഈ 2 വനിതാ നേതാക്കളും. സ്വന്തം നിലയ്ക്ക് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ഇരുവരും ശ്രദ്ധേയരായത്. ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയായി ബൃന്ദയെ ഇപ്പോൾ തിരഞ്ഞെടുത്താൽ 7 മാസം കഴിഞ്ഞു വരുന്ന പാർട്ടി കോൺഗ്രസിലും ആ നിയമനം തുടരുകയാണ് പതിവ്. സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നതുപോലെ ഇന്ത്യ സഖ്യത്തിലെ ദേശീയ നേതാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളയാളാണ് ബൃന്ദ. യെച്ചൂരിയെ പോലെ തന്നെ പ്രവർത്തനം സുതാര്യവുമാണ്. മനസ്സിലൊന്നു വെച്ച് പുറത്ത് മറ്റൊന്ന് പറയുന്ന രീതി ഇല്ലാത്ത നേതാവുമാണ് ബൃന്ദ. നിലപാടുകളുടെ കാര്യത്തിൽ പത്തരമാറ്റ് തിളക്കവുമുണ്ട്. വനിതയെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മേൽക്കൈ കിട്ടിയാൽ 28 ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി പുതിയൊരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കില്ല. പകരം 7 മാസത്തേക്കുള്ള താൽക്കാലിക സംവിധാനം വന്നേക്കാം. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കാരുരുമ്പ് കാർക്കശ്യമില്ലാത്ത പ്രവർത്തനങ്ങളാണ് സീതാറാം യെച്ചൂരിയെ വേറിട്ടു നിർത്തിയത്. പാർട്ടി സമ്മേളനത്തിൽ നടന്ന വോട്ടെടുപ്പിനെ കുറിച്ച് പോലും അഭിമുഖങ്ങളിൽ പറയാൻ മടി കാണിച്ചിട്ടില്ല. 2015 ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് S രാമചന്ദ്രൻ പിള്ളയുമായി മത്സരമുണ്ടായത് പോലും യെച്ചൂരി പറഞ്ഞു തന്നെയാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ആദ്യ ജനറൽ സെക്രട്ടറി P സുന്ദരയ്യ പുലർത്തിയ ആ ജനകീയ ഇടപെടൽ തന്നെയായിരുന്നു സീതാറാമും പിന്തുടർന്നത്. സുന്ദരയ്യ തന്നെയാണ് യെച്ചൂരിയുടെ മാതൃകാ പുരുഷനും. പിന്നീട് വന്ന EMSഉം ഹർകിഷൻ സിംഗ് സുർജിത്തും പ്രകാശ് കാരാട്ടും പാർട്ടി അംഗങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും വാതിൽ തുറന്നിട്ടവരല്ല. ബ്രാഞ്ചിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി വഴി ഏരിയ കമ്മിറ്റിയിലേക്കും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി വഴി കേന്ദ്ര കമ്മിറ്റിയിലേക്കും എന്ന നയം പിന്തുടർന്നവരാണ്. താഴെത്തട്ടിലെ അംഗങ്ങളോട് നേരിട്ടുള്ള സംവാദം ആ 3 പേർക്കും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന യെച്ചൂരിയാണ് ബ്രാഞ്ച് അംഗം മുതൽ PB അംഗങ്ങളായിട്ടുള്ളവരെ വരെ നേരിൽ കേൾക്കാൻ തുടങ്ങിയത്. പാർട്ടി ചിട്ട യെച്ചൂരിക്ക് ബാധകമല്ലായിരുന്നു. ആ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ബൃന്ദയും പിന്തുടരുന്നത്. MA ബേബിക്കും സൂര്യകാന്ത് മിശ്രയ്ക്കുള്ള പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുമായുള്ള അടുപ്പമില്ലായ്മയാണ്. പ്രകാശ് കാരാട്ട് ഈ ഓണക്കാലത്ത് ഔട്ട്ലുക്ക് മാസികയ്ക്ക് നൽകിയ ഒരു അഭിമുഖമുണ്ട്. അതിൽ കേരളത്തിൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കേരളത്തെക്കുറിച്ച് കാരാട്ട് പറഞ്ഞ ആ വാചകങ്ങൾ കേൾക്കണം. കേരളത്തിൽ ഏറെക്കാലമായി പാർലമെന്ററി വ്യാമോഹത്തിൽ അധിഷ്ഠിതമായ വിഭാഗീയത പാർട്ടിയെ ഗ്രസിച്ചിരിക്കുകയാണ്. ഇത് 20 കൊല്ലമായുള്ള പ്രശ്നമാണ്. ഞങ്ങൾ ഇതിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത് പാർട്ടിയിലുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഇതൊരു VS പിണറായി പ്രശ്നമല്ല.
രാഷ്ട്രീയമോ ആശയപരമോ ആയ സമരവുമല്ല. ഇത് അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. കേരളത്തിലെ CPIM നേരിടുന്ന പ്രശ്നത്തെ ഈ 6 വാചകങ്ങളിൽ വ്യക്തമാക്കുകയാണ് പ്രകാശ് കാരാട്ട്. പുതിയ ജനറൽ സെക്രട്ടറിയെ നിയമിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ വിഭാഗീയതയാണ്. കേരളത്തിലെ ഏതെങ്കിലും വിഭാഗത്തിന് വിധേയപ്പെടുന്ന ജനറൽ സെക്രട്ടറി വന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന തിരിച്ചറിവ് ചില കേന്ദ്ര നേതാക്കൾക്കെങ്കിലും ഇപ്പോഴുണ്ട്. ഡൽഹിയിൽ ചേരികളിൽ JCBയുമായി എത്തിയപ്പോൾ അവിടെ പോയി മുന്നിൽ നിന്ന ബൃന്ദ കാരാട്ടിനെ തീർച്ചയായും ഇക്കാലത്ത് CPIMന് മുന്നോട്ട് വയ്ക്കാം. സ്ത്രീ വിഷയങ്ങളിലെ പോരാളിയായി മാത്രമല്ല ബൃന്ദ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടിയത്. പൊതുവിഷയങ്ങളിൽ ശക്തമായ നിലപാട് പറയുന്ന ദേശീയ നേതാവ് കൂടിയാണ് ബൃന്ദ. കേരളത്തിലുൾപ്പെടെ CPIM നേരിടുന്നത് പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയേക്കാൾ സക്രിയമായ ഇടപെടലുകളുടെ അഭാവമാണ്. അക്കാര്യത്തിൽ യെച്ചൂരിയേക്കാൾ ഒരു പടി മുകളിലാണ് ബൃന്ദ. അനീതികളോടുള്ള രോഷവും വൈകാരികമായി ജനങ്ങളോട് താദാത്മ്യം പ്രഖ്യാപിക്കാനുള്ള മാനസികാവസ്ഥയും ഇപ്പോഴും പുലർത്തുന്ന നേതാവുമാണ്. കേരളത്തിലുൾപ്പെടെ CPIM നേരിടുന്ന വിശ്വാസ്യതാ പ്രശ്നത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും അങ്ങനെ ഒരു തീരുമാനം വന്നാൽ. 1978-ൽ EMSനെ ജനറൽ സെക്രട്ടറി ആക്കിയത് കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന പ്രതിച്ഛായ മുൻനിർത്തിയാണ്. കേരളത്തിൽ EK നയനാർ നേതാവായി വന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു മാറ്റം നടപ്പാക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം കേന്ദ്രത്തിലും കേരളത്തിലും ഇപ്പോഴുണ്ടോ എന്ന ചോദ്യവും ബാക്കിയാകുകയാണ്. ഈ ഒരു ചോദ്യത്തോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും